ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. മനുഷ്യരെ മറന്ന് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന 1972 കേന്ദ്ര വന്യമൃഗ സംരക്ഷണ നിയമം പൊളിച്ചെഴുതുക, വന്യജീവി ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാക്കുക, വന്യജീവി ആക്രമണ വിഷയത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അലംഭാവം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കൃഷിഭൂമി കൃഷിക്കാർക്ക്, വനം വന്യജീവികൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും കേരള കോൺഗ്രസ് എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ മുതൽ കൊട്ടിയൂർ വരെ സംഘടിപ്പിക്കുന്ന മലയോര ജാഥ കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി KJ ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നക്കൽ ജാഥ ക്യാപ്റ്റനായുള്ള മലയോര ജാഥയുടെ ആദ്യ ദിനം തേർത്തല്ലി, കാർത്തികപുരം, ആലക്കോട് എന്നീ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ പ്രവേശിച്ച് കരുവഞ്ചാലിൽ സമാപിച്ചു. ഇന്ന് ചെമ്പേരി, പയ്യാവൂർ, ഉളിക്കൽ, കിളിയന്തറ, കരിക്കോട്ടക്കിരി, കീഴ്പള്ളി, കണിച്ചാർ, കേളകം എന്നീ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയി കൊട്ടിയൂരിൽ സമാപിക്കും. ഹൈപ്പവർ കമ്മിറ്റി അംഗങ്ങളായ ജോയ്സ് പുത്തമ്പുര, അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി, സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കുറ്റിയാനിമറ്റം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോബിച്ചൻ മൈലാടൂർ, ജില്ലാ നേതാക്കളായ KD സുരേഷ് കുമാർ, സേവി VV, CM ജോർജ്, CJ ജോൺ, ബിനു മണ്ഡപം, മാത്യു പുളിക്കക്കുന്നേൽ, മാത്യു കാര്യത്താങ്കൽ, ബിനു ഇലവുങ്കൽ, ഡെന്നി കാവാലം, വിപിൻ തോമസ്, ബിജു പുതുക്കള്ളി, ജെയിംസ് മരുതാനിക്കാട്ട്, ഡോക്ടർ ജോസഫ് തോമസ്, അമൽ ജോയി കൊന്നക്കൽ, ജെയ്സൺ ജീരകശ്ശേരി, AK രാജു, നോബിൻസ് ചെരിപ്പുറം എന്നിവർ പ്രസംഗിച്ചു. നാളിതുവരെ കർഷകരും പൊതുസമൂഹവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരാവ്യാധിക്ക് ഒരറുതി ഉണ്ടാകണമെന്ന ഉത്തമ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായാണ് ഈ യാത്ര ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, 1972 വനം വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോൾ ഇത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ആ വനം വന്യജീവി സംരക്ഷണം ആവശ്യമാണ്. വനത്തിനുള്ളിൽ കടന്ന വന്യജീവികളെയും വനസമ്പത്തും ആനയുടെ കൊമ്പും ഒക്കെ ശേഖരിക്കുന്ന കാലഘട്ടത്തിൽ അന്യം നിന്നു പോകുന്ന വന്യജീവികളെ സംരക്ഷിക്കുവാനെന്ന ഉദ്ദേശത്തോടെ വനത്തിനുള്ളിൽ നടപ്പിലാക്കിയ നിയമമാണ് വനം സംരക്ഷണ നിയമം. എന്നാൽ ഇന്ന് 50 വർഷം കഴിഞ്ഞും ആ നിയമത്തിന് യാതൊരുവിധ ഭേദഗതിയും വരുത്താതെ ഇന്ന് കാലഹരണപ്പെട്ട നിയമമായി ഇന്നും അത് പിന്തുടർന്നത് ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ എന്ന് നാം പരിശോധിക്കണം. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഈ സമയത്തിന് ഏതാനും മണിക്കൂർ മുമ്പ് വരെ ഈ ചെറുപുഴ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത പരിസരങ്ങളിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ഭീതിയോടെയാണ് നാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രമിച്ചത്. ഇന്ന് കപ്പയും തേങ്ങയും കമുകിലെ അടക്കയും ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ നശിപ്പിച്ച് വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലായിരുന്നു താണ്ഡവമാടിയിരുന്നതെങ്കിൽ ഇന്ന് പൊതുജനത്തിന് പൊതുനിരത്തുകളിൽ കൂടി പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത്ര ഭീകരമായ അവസ്ഥയിലേക്ക് വന്യമൃഗശല്യം വരുന്ന വഴി റോഡിൽ വെച്ച് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് ദിവസേനയുള്ള മാധ്യമങ്ങളിലൊക്കെ ഇതുപോലെയുള്ള വാർത്തകൾ വരികയാണ്. എന്തുകൊണ്ടാണ് വന്യജീവി സംരക്ഷണ നിയമം അന്ന് പാസാക്കിയതെന്നും ആ നിയമ പരിരക്ഷ എന്തുകൊണ്ടിന്ന് മൃഗങ്ങൾക്ക് മാത്രം കഴിയുന്നു, മനുഷ്യർക്കുന്ന പരിഗണനയുടെ പകുതിയെങ്കിലും ഇന്ന് കർഷകന് കിട്ടണമെന്ന് അവർ യാചിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഐക്യദാർഢ്യ ജാഥ നടത്തുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് സ്വാഗതം പറഞ്ഞ സുരേഷും അധ്യക്ഷത വഹിച്ച ഡെന്നിയും സാമാന്യം നല്ല നിലയിൽ പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം 5 ജാഥാ കേന്ദ്രങ്ങൾ കൂടി ഇനിയുണ്ട്. 4 മണിക്ക് ആരംഭിക്കേണ്ട പരിപാടി 4:30 ആരംഭിച്ചത്. എന്നിരുന്നാലും വളരെ നല്ല നിലയിൽ സംഘടിപ്പിച്ച ഈ ജാഥ കാലിക പ്രസക്തമായ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും അതിനകത്ത് താല്പര്യമുണ്ടാകുമെന്നാണ് അധ്യക്ഷനിവിടെ സൂചിപ്പിച്ചതുപോലെ. ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്താണ് പരിഹാരം എന്ന നിർദ്ദേശവും കൂടി വേണം. നമുക്കറിയാം, വനം സംരക്ഷിക്കപ്പെടണം, വന്യജീവികൾ സംരക്ഷിക്കപ്പെടണം.
വനവും വന്യജീവികളും സംരക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ടത്ര സാഹചര്യമില്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് 1972 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ വനം വന്യജീവി സംരക്ഷണ നിയമമുണ്ടാക്കി. ആ നിയമത്തിൻ്റെ തെറ്റിലേക്കും ശരിയിലേക്കും ഒന്നും നടക്കുന്നില്ല. അന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ ഇത്രയും ജനങ്ങളില്ല. ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് 142 കോടിയിലധികം ജനങ്ങൾ ജനസംഖ്യയുടെ കണക്കിലുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരാശരി ഇന്ത്യയിൽ 20% വനമുള്ളത്. ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വേദി എന്ന് പറയുന്നത് നമ്മുടെ പാർലമെന്റാണ്. ആ പാർലമെന്റിൽ നിയമ ഭേദഗതി വരുത്തണം. 72 ശേഷം ഈ നിയമത്തിൽ 7 ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. ആ 7 ഭേദഗതികളിൽ 5 എണ്ണം കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്തും 2 എണ്ണം BJP ഗവൺമെന്റിന്റെ കാലത്തുമാണ്. ആ ഉണ്ടാക്കിയ ഭേദഗതി, ആദ്യമുണ്ടാക്കിയ ഭേദഗതിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കുറച്ചും കൂടെ കടുപ്പം കൂട്ടി വനത്തിൻ്റെയും വന്യമൃഗങ്ങളുടെയും സംരക്ഷണം മാത്രമായിട്ടാണ് ആ ഭേദഗതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മനുഷ്യന് വിലയില്ലാതായിരിക്കുന്നു. മനുഷ്യന് വിലയില്ലാതായിട്ടുണ്ട് എങ്കിൽ എന്താ സ്ഥിതി? മനുഷ്യൻ മരിച്ചു വീണ ഇന്നലെ ആറളത്തെ ഫാമിൽ ഒരു കാട്ടാന ഒരാളെ ചുഴറ്റി എറിഞ്ഞു എന്നാണ് പത്രം വായിച്ചത്. അതിൻ്റെ തൊട്ടു മുൻപുള്ള ദിവസം കടുവ ഒരു സ്ത്രീയുടെ പകുതി ശരീരം തിന്നു കഴിഞ്ഞിരിക്കുന്നു. ജഡം പിന്നീടാണ് കണ്ടുകിട്ടിയത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.